അൺസ്കെഡ്യൂൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോൾസ് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നതിനെ പറ്റിയാണ് സംസാരിച്ചത്. അടുത്തത് നമ്മൾ ഒരു ഫോൺ ഇന്റർവ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒന്ന് സ്കെഡ്യൂൾഡാണ്, മറ്റത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യം പോലെ ടൈമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ അൺസ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നോയ്സി അല്ലാത്ത സ്ഥലത്തേക്ക് മാറുന്നത് പോലെ അല്ലെങ്കിൽ സമയം ചോദിക്കുന്നത് പോലെ നമുക്കിവിടെ ഈ സമയത്തിനാണ് കോള് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സൈലന്റ് ആയിട്ടുള്ള ഒരു ഇടം തിരഞ്ഞെടുക്കുക. ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ കമ്പനി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന പ്രത്യേക ഡൊമൈനിലോ റോളിലോ ഒക്കെ ഉള്ള പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു നോട്ട് പാഡും അടുത്തുണ്ടായിരിക്കും. സിഗ്നലെല്ലാം മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം ആ ഏരിയയിൽ ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ പർട്ടിക്കുലർ കമ്പനിക്ക് അയച്ച റെസ്യൂമിന്റെ ഒരു കോപ്പി നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ മറുഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് റെഫർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രൊഫഷണലായിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് ഡ്രസ്സാണോ ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരം ഡ്രസ്സുകൾ തന്നെ ധരിച്ച് ഇരിക്കുക. കാര്യം നിങ്ങൾ ഡ്രസ്ഡ് അപ്പ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിന് തന്നെ ഒരു മാറ്റം ഉണ്ടാകും. ഈ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഡേ ടു ഡേ ജോബ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും. ഇനി ഒരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായിരിക്കും. അതുപോലെ ലേണിങ്ങിനൊക്കെ ഉള്ള ഒരു എൻവയോൺമെന്റോ അറ്റ്മോസ്ഫിയറൊക്കെ ഈ കമ്പനിക്ക് അകത്തുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുക. അതുപോലെ എത്ര ദിവസത്തിനകം ഈ ഒരു പൊസിഷൻ നിങ്ങൾ ക്ലോസ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. കാരണം ഇൻഡയറക്ട്ലി നിങ്ങൾ ചോദിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ സെലക്ടർ ആയി കഴിഞ്ഞാൽ എത്ര ദിവസം വരെ നിങ്ങൾക്ക് ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ സെലക്ടർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഈ പറയുന്ന ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ. കാരണം നമ്മൾ ടിപ്പിക്കലായിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടുപോകുന്ന ചോദ്യങ്ങൾക്ക് അപ്പുറമായിട്ട് ഈ ഇന്റർവ്യൂവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ അപ്പോൾ ഈ ഇന്റർവ്യൂവിനകത്ത് വെച്ച് തന്നെ അത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ കമ്പനിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സെക്ടറിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്, എന്താണ് ഈ ആ സെക്ടറിൽ ഈ കമ്പനിയുടെ റോൾ, അല്ലെങ്കിൽ എന്താണ് ഈ സെക്ടറിൽ ആ കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ഈ ഫോൺ ഇന്റർവ്യൂ 2 തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഫോൺ, അവിടുന്ന് സ്കെഡ്യൂൾ ചെയ്യുന്ന HR-ൻ്റെതായിട്ടുള്ള ഫോൺ ഇന്റർവ്യൂ. രണ്ടാമത്തേത് ലൈൻ മാനേജർ, അതായത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ച ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറുമായിട്ടുള്ള ഇന്റർവ്യൂ. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നിങ്ങളുടെ ഈ ഇന്റർവ്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ മിക്കവാറും ഫോൺ ഇന്റർവ്യൂ നടത്തുന്നത് HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കാനാണ് ചാൻസ്. പക്ഷേ നിങ്ങൾ ഒരു റിമോട്ട് ലൊക്കേഷനിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ടെങ്കിൽ, അതായത് കേരളത്തിൽ നിന്നിട്ട് ബാംഗ്ലൂരേക്കോ ചെന്നൈയിലേക്കോ ഒക്കെയാണ് ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈൻ മാനേജർ റൗണ്ടും ടെലിഫോണിക്ക് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അവർ നിങ്ങളുടെ യു ആസ് എ പേഴ്സൺ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങൾ എംപ്ലോയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, നിങ്ങൾ കമ്പനിക്ക് ചേർന്ന ഒരു വ്യക്തിയാണോ എന്നെല്ലാം, അതുപോലെ നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, എഡ്യൂക്കേഷനിലായിരുന്നാലും ശരി മറ്റു കാര്യങ്ങളായിരുന്നാലും ഒക്കെ ശരി, എങ്ങനെയാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത്. അതേസമയം ലൈൻ മാനേജർ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു കോളാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ച ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അതോറിറ്റി ആണ് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവരറിയാൻ ശ്രമിക്കുന്നത് ആ പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി, ആ ജോബ് റോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അതിൽ നിങ്ങൾ എത്രത്തോളം കേപ്പബിൾ ആണ് എന്നറിയാൻ വേണ്ടിയായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതുപോലെ കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നത് വിട്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട്സ് ആയിട്ട് നിങ്ങൾ അടുത്ത് തന്നെ എവിടെയെങ്കിലും സൂക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഭിത്തിയിൽ
ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് ഒട്ടിച്ചു വെക്കുക.